ചുമ്മാ പ്രഹസനോടെന്ന് ഒന്നും പറയണ്ട. ഇന്ന് ക്ലാസ് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അതിന് വേണ്ടിയാണ് ഞാനപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് രണ്ടാൾക്കാരെ പിടിച്ച് നിർത്തി എങ്ങനെയാണ് അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ തേങ്ങട ഇത് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊന്നുമല്ല, തന്നെ വീണതാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ തേങ്ങ കിട്ടി അട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ തോന്നി ഒരു മണ്ടിയിൽ ഉദിച്ചൊരു ഐഡിയ. അങ്ങനെ തേങ്ങ പൊതിച്ച് തേങ്ങയുടെ ഇത് വെച്ച് വെള്ളം ഞാൻ തന്നെ കുടിച്ച്. ക്യാമറാമാൻ്റെ കൈയാണ് വരുന്നത്, പക്ഷെ ഞാൻ കൊടുത്തില്ല. കുറച്ച് ശർക്കര എടുത്ത് ഒരുക്കി അതെടുത്ത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചൊന്ന് അരിച്ച് വെച്ച്, വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അരിച്ച് കഴിഞ്ഞിട്ട് അതിലോത്തോട്ട് ഒന്നും കൂടി തിളച്ചൊന്ന് ഇതായപ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വെച്ചതും കുറച്ച് അവലും കൂടി ചേർത്തായിരുന്നു. ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ശരിക്കും അവലാണ് വിളയിക്കണേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അവൽ ഇത്തിരി കൂടിപ്പോയി. എന്തായാലും ഞാൻ കുറച്ചും കൂടി അവലിട്ട് അങ്ങോട്ട് അവൽ വിളയിച്ച പോലെ നല്ലോണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതങ്ങാടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അധികം ഗോതമ്പൊടി എടുത്തിട്ട് കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനത്തെ പരുവത്തിലാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ലൂസാക്കാനാണ് എനിക്കിഷ്ടം, പക്ഷേ ചുട്ടെടുക്കുമ്പോൾ കുറേ നേരം അടുപ്പത്ത് വെക്കണമെന്ന്. അതാണ് ഞാനപ്പോൾ അങ്ങനത്തെ ഇതിലാണ് വെച്ചത്. അങ്ങനെ വാഴയില പറിക്കാൻ വന്നേക്കണേണ്. ഈ വീഡിയോയിൽ ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കിട്ടിയാൽ വിചാരിക്കില്ലേ എനിക്ക് വാഴയിലേക്ക് എടുക്കാൻ അറിയാമെന്ന്. അപ്പോൾ വാഴയില വെട്ടിക്കൊണ്ടുവന്ന് കഴുകി ഇത് ശർക്കര പിടിക്കാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഇതിൽ മസ്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് കൈമുക്കണം. അപ്പോൾ കുറച്ച് മാവെടുത്ത് ഇലയിലെടുത്ത് പരത്തി അങ്ങോട്ട് നല്ല നൈസായിട്ട് പരത്തും. കാരണം ഞങ്ങളുടെ മമ്മി കട്ടയിൽ കുഴി കുത്തി നോക്കിയിട്ട് വേണം ഉള്ളിലുള്ള ഫില്ലിങ്സ് അറിയാനായിട്ട്. അപ്പം മക്കൾ ഉണ്ടാക്കണ ഈ അടയും സാധനങ്ങളൊക്കെ നല്ല നേരിയതായിരിക്കും, അതിൻ്റെ ഉള്ളിൽ നിറയെ ഫില്ലിങ്സ് ആയിരിക്കുള്ളൂ. ഇപ്പം മമ്മി കേൾക്കുന്നുണ്ടാവും, മമ്മി കേട്ട് തന്നെ അവിടെ ഇരുന്ന് നല്ല ചീത്തോറുണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇപ്പം ചെയ്യണത്. ഇപ്പം അങ്ങനെ അടുപ്പത്ത് വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചുടണം. നല്ലോണം മുരിഞ്ഞ് കറുമുറ കടിച്ച് പറിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മുരിക്കണം. മുരിച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിലായിട്ട് അടുപ്പത്ത് വെച്ച് ചുടണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞിക്കൈകൾ വന്നിട്ടുണ്ട്. ക്ഷമയില്ല, ഞാൻ പറഞ്ഞതാണ് ചൂടാണെന്ന്. ഈ ക്ഷമയില്ലാത്ത കൊച്ചിൻ്റെ കൂട്ടുകാരത്തിയാണ് ഈ ക്ഷമയില്ലാത്ത വേറെ കൊച്ച് തനിക്കുട്ടി. അപ്പോൾ രണ്ടും കൂടി ഇവിടെ ഇരുന്ന് കളിയായിരുന്നു ക്ലാസ്സിലാത്ത കാരണം. അപ്പോൾ അടയും കൊണ്ട് വന്നപ്പോൾ ടേസ്റ്റ് നോക്കാൻ വന്നതാണ്. അതിനകത്തുനിന്ന് ഒരെണ്ണം കിള്ളി എടുത്തിട്ട് അവൾ നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു. എൻ്റെ മോൻ പിന്നെ എല്ലാം അടിപൊളിയാണ്, കാരണം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.